നമസ്കാരം. ഭൗമരാഷ്ട്രീയത്തിലെ യുദ്ധമുഖങ്ങൾ ഇപ്പോൾ പുകയുന്ന മിസൈലുകളിൽ മാത്രമല്ല, നിശബ്ദമായി ഒഴുകുന്ന കടൽപാതകളിലുമാണ്. പതിറ്റാണ്ടുകളായി ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ലോകം ആശങ്കപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആണവായുധം. വിനാശകരമായ ഭൗതിക നാശനഷ്ടങ്ങളോ റേഡിയേഷൻ ഭീഷണിയോ ഇല്ലാതെ തന്നെ ലോകക്രമത്തെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ ബോംബായി ഹോർമൂസ് മാറിക്കഴിഞ്ഞു. ഇതോടെ ഇറാന്റെ യുറേനിയം ശേഖരത്തെക്കാൾ അമേരിക്ക ഭയപ്പെടുന്നത് ഈ കടലിടുക്കിന്മേലുള്ള ഇറാന്റെ സ്വാഭാവിക ആധിപത്യത്തെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കേവലം ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ മാത്രമല്ല തകർക്കുന്നത്, മറിച്ച് ലോകത്തിന്റെ ഊർജ വിതരണ ശൃംഖലയാകെ ഒരു അനിശ്ചിതത്വത്തിന്റെ മുൻമുരയിൽ നിർത്തുകയാണ്. ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ടുപോകുന്ന കൂറ്റൻ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഓരോ പ്രകോപനവും ആഗോള വിപണിയിൽ ചങ്ങല പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയാണ്. ടാങ്കറുകൾ തടയുന്നതിലൂടെ വിതരണത്തിലുണ്ടാകുന്ന നേരിയ ഇടിവ് പോലും രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റുകളെ തകർക്കുവാനും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുകയറാനും കാരണമാകുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് വ്യോമാക്രമണങ്ങളിലൂടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിനേക്കാൾ മുൻഗണന കടലിടുക്കിന്റെ സംരക്ഷണത്തിന് ട്രംപ് ഭരണകൂടം നൽകുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കപ്പുറം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ ആഴത്തിൽ വേരോടിയതാണ് എന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ട്. ബങ്കർ ബസ്റ്ററുകൾ തകർക്കാൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിൽ നൂറുകണക്കിന് അടി താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള രഹസ്യ ടണലുകൾ ഇറാൻ തങ്ങളുടെ ശേഷിക്കുന്ന മിസൈൽ ശേഖരം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഡ്രോണുകളും ചെറിയ വേഗമേറിയ ബോട്ടുകളും ഉപയോഗിച്ച് സമുദ്രപാതയിൽ വിള്ളലുകൾ വീഴ്ത്താനുള്ള അവരുടെ ശേഷിയെ അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ആയുധ ശേഖരം കുറഞ്ഞാലും ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഉപയോഗിച്ച് യുദ്ധഗതി മാറ്റാൻ ടെഹ്റാന് കഴിയുമെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നാവിക ഉപരോധം കർശനമാക്കുമ്പോഴും സാമ്പത്തിക രംഗത്ത് മറ്റൊരു യുദ്ധം പുകയുന്നുണ്ട്. അമേരിക്കൻ ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ചൈനയുടെ യുവാനിൽ എണ്ണ വ്യാപാരം നടത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ വാഷിംഗ്ടണിനെ വല്ലാതെ അരോസപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ചൈനയിൽ നിന്നുമുള്ള ആയുധ സഹായങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും പകരമായി ഇറാൻ എണ്ണ നൽകുന്നത് അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിരോധം തകർക്കാൻ 50% തീരുവ എന്ന ആയുധം ട്രംപ് പ്രയോഗിക്കുമ്പോൾ അത് ആഗോള തലത്തിൽ തന്നെ ഒരു പുതിയ സാമ്പത്തിക ധ്രുവീകരണത്തിന് വഴിമരുന്നിടുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം കൂടി അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ മേൽ നടത്തിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട് എങ്കിലും ഹോർമുസിലെ ഇറാന്റെ സ്വാധീന മേഖലയെ മറ്റ് അറബ് രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള എണ്ണ ഉത്പാദക രാജ്യങ്ങൾ തങ്ങളുടെ കയറ്റുമതി സുരക്ഷിതമാക്കാൻ അമേരിക്കൻ നാവിക സംരക്ഷണം തേടുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഉടമസ്ഥാവകാശം കൂടുതൽ ശക്തിപ്പെടുകയാണ്. എന്നാൽ ഈ നീക്കം റഷ്യയെയും ചൈനയും പോലുള്ള വൻ ശക്തികളെ ഈ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു എന്ന വിരോധാഭാസവും നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഓരോ നാവിക നീക്കവും ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധം തമ്മിലുള്ള ഈ പോരാട്ടത്തിന്റെ സമാധാനം എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കുന്നു. ഹോർമൂസിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും അത് പ്രതിരോധിക്കാനുള്ള വാശിയും വരും നാളുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കും. കടലിടുക്കിലെ ഓളങ്ങൾ അടങ്ങാത്ത ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ലോകമെന്ന ഭീതിയോടെ തിരിച്ചറിയുകയാണ്.